പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇതിനു മുമ്പൊരു ഞായറാഴ്ച ഹൈദരാബാദിനടുത്തുള്ള യാച്ചാരം സെൻറ്റ് ഗ്രിഗോറിയോസ് ബാലഗ്രാമിൽ വെച്ച് നടന്ന ഐനാംസ് സഭയുടെ മിഷൻ ബോർഡിൻ്റെ മിഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മിഷൻ സ്റ്റഡീസ് ഐനാംസ് 82ാമത് കോൺഫറൻസ് നടക്കുകയുണ്ടായി. ആ കോൺഫറൻസിൽ വെച്ച് പഠനവിധേയമാക്കിയത് ആമോസിൻ്റെ പ്രവചനമാണ്. അതിൽ പ്രത്യേകിച്ചും 7-ാം അധ്യായം 15-ാം വാക്യമാണ്. അതിൻ്റെ ഒരു ശീർഷകം, ടൈറ്റിൽ പോകൂ പ്രവചിക്കൂ എന്നായിരുന്നു. കോൺഫറൻസിൻ്റെ തീമായി സ്വീകരിച്ചത് പോകൂ പ്രവചിക്കൂ എന്ന് ആമോസ് പ്രവചനം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമാണ് പോകൂ പ്രവചിക്കൂ. ഗോ ആൻഡ് പ്രൊഫിസൈ. ആരോടാണ്? ആമോസിനോടാണ് പറയുന്നത്. എന്ത് പ്രവചിക്കണം എന്നാണ്. സമൂഹത്തിൽ ദരിദ്രർക്ക് നീതി കിട്ടാതെ വരുന്നു. അവരുടെ വിശപ്പടക്കുവാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. നീതിയും ന്യായവും മറിച്ചു കളയുന്നു. അധർമ്മം കൊടികുത്തി വാഴുന്നു. ഇതിൻ്റെ ഫലമായി തിന്മയിലേക്ക് സമൂഹം വഴുതിപ്പോവുകയാണ്. ആ സന്ദർഭത്തിൽ നന്മ അന്വേഷിക്കുവാൻ പ്രവാചകൻ ആവശ്യപ്പെടുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കൂ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ന്യായവും നീതിയും പറ്റാതെ ഒരരുവിയായി ഒഴുകട്ടെ എന്ന് ആമോസിൻ്റെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആമോസിൻ്റെ പ്രവാചക ദൗത്യം പോകൂ പ്രവചിക്കൂ എന്നുള്ള വിളിയും നിയോഗവും, അതിനുവേണ്ടിയുള്ള സമർപ്പണം, ഇതെല്ലാം അതിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. കുഞ്ഞുങ്ങളെ, ആമോസിൻ്റെ പ്രവചനം 9 അധ്യായങ്ങളുള്ള ഒരു കൊച്ചു പ്രവാചക ഗ്രന്ഥമാണ്. ഇത് നമ്മൾ ശാന്തമായി 9 ദിവസം ഓരോ അധ്യായം വീതം വായിച്ച് ഗ്രഹിച്ച് പഠിക്കുന്നതും അതിലെ പ്രധാനപ്പെട്ട ദൂത് സ്വീകരിക്കുന്നതും നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും, സംശയമൊന്നുമില്ല. ഈ സന്ദർഭം യാച്ചാരത്ത് വെച്ച് നടന്ന 82ാമത് കോൺഫറൻസിൽ ആമോസിൻ്റെ പ്രവചനത്തിൽ കാണുന്ന ദൈവം തൻ്റെ കൽപ്പന പോകൂ പ്രവചിക്കൂ എന്ന വിളിയും നിയോഗവും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ഗാനം ഞാൻ രചിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങളെ, അത് ആമോസ് പ്രവചനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ ഗാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് നമുക്ക് തന്നെ ആ ഗാനം പഠിക്കുന്നതിലൂടെ, ആവർത്തിച്ച് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നതിന് സഹായിക്കും. ഗാനം ഇങ്ങനെയാണ്: ദൈവം വിളിക്കുന്നു, നിയോഗം നൽകിടുന്നു. ദൈവം വിളിക്കുന്നു, നിയോഗം നൽകിടുന്നു. പോകൂ പ്രവചിക്കൂ, പോകൂ പ്രവചിക്കൂ. കരം ഗ്രഹിച്ച് ഈശ്വരനെ കൽപ്പിച്ചയച്ചിടുന്നു. പോകൂ പ്രവചിക്കൂ, പോകൂ പ്രവചിക്കൂ. കരം ഗ്രഹിച്ച് ഈശ്വരനെ കൽപ്പിച്ചയച്ചിടുന്നു, കൽപ്പിച്ചയച്ചിടുന്നു. ദരിദ്രനെ വിഴുങ്ങുന്നു, എളിയോനെ തകർത്തിടുന്നു. സാധുവെ നിഗ്രഹിച്ചും കൊണ്ട് അധർമ്മം വാണിടുന്നു.
ദരിദ്രനെ വിഴുങ്ങുന്നു, എളിയോനെ തകർത്തിടുന്നു, സാധുവെ നിഗ്രഹിച്ചും കൊണ്ട് അധർമ്മം വാണിടുന്നു. പോകൂ പ്രവചിക്കൂ, പോകൂ പ്രവചിക്കൂ, കരം ഗ്രഹിച്ചീശനെന്നെ കൽപ്പിച്ചയച്ചിടുന്നു. കരം ഗ്രഹിച്ചീശനെന്നെ കൽപ്പിച്ചയച്ചിടുന്നു. തിന്മയെ ഉപേക്ഷിക്കൂ, നന്മ തന്നെ ഗ്രഹിക്കൂ, കർത്തനെ അന്വേഷിക്കൂ. ന്യായവും നീതിയും ഒന്നായി ഒരരുവിയായി വറ്റാതൊഴുകി പരന്നിടട്ടെ. ന്യായവും നീതിയും ഒന്നായി ഒരരുവിയായി വറ്റാതൊഴുകി പരന്നിടട്ടെ. തിന്മയെ ഉപേക്ഷിക്കൂ, നന്മ തന്നെ ഗ്രഹിക്കൂ, കർത്തനെ അന്വേഷിക്കൂ. ന്യായവും നീതിയും ഒന്നായി ഒരരുവിയായി വറ്റാതൊഴുകി പരന്നിടട്ടെ. പോകൂ പ്രവചിക്കൂ, പോകൂ പ്രവചിക്കൂ, കരം ഗ്രഹിച്ചീശനെന്നെ കൽപ്പിച്ചയച്ചിടുന്നു. കരം ഗ്രഹിച്ചീശനെന്നെ കൽപ്പിച്ചയച്ചിടുന്നു. കുഞ്ഞുങ്ങളെ, ആമോസിൻ്റെ പ്രവചനം ആവർത്തിച്ചു വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുവാൻ, ദൈവനിയോഗമെന്തെന്ന് മനസ്സിലാക്കുവാൻ തീർച്ചയായും ആ പ്രവചനം നമ്മെ പ്രേരിപ്പിക്കും, നമ്മെ നമ്മളുടെ മനസ്സിനെ ഉയർത്തും. യഹോവയായ ദൈവം നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, കുഞ്ഞെ പോകൂ പ്രവചിക്കൂ. സമൂഹം അധർമ്മം ഉള്ളതായി ഭവിച്ചിരിക്കുന്നു. ദരിദ്രർക്ക് അവരുടെ പട്ടിണി മാറ്റുവാൻ ആരുമില്ലാതായിരിക്കുന്നു. അധർമ്മമാണ് സമൂഹത്തിൽ വാണിടുന്നത്. എളിയവൻ തകർത്തപ്പെടുകയാണ്. നീതിയും ന്യായവും സമൂഹത്തിൽ നിന്ന് ചോർന്നു പോവുകയാണ്. ഈ പ്രത്യേകമായ സാഹചര്യം ദൈവസാന്നിധ്യം പോലും നഷ്ടപ്പെടുന്നു. നന്മയ്ക്ക് പകരം തിന്മ സമൂഹത്തിലാകെ നിറഞ്ഞിരിക്കുന്നു. അന്നുണ്ടായ ആ സാഹചര്യം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വന്നു പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതെ, ഇന്ന് ആമോസിൻ്റെ കാലത്തുള്ള ആ വലിയ ആധ്യാത്മികമായ ച്യുതി, ആധ്യാത്മികമായ വീഴ്ച, അത് ഇന്നും നമുക്ക് കാണാൻ, നമ്മുടെ സമൂഹത്തിൽ കാണാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവനിയോഗം സ്വീകരിച്ചുകൊണ്ട്, ദൈവവിളി കേട്ടുകൊണ്ട് അതിനെതിരെ പ്രവാചക ശബ്ദം ഉയർത്തുവാൻ ആമോസിൻ്റെ പ്രവചനം നമുക്ക് പ്രേരണ നൽകും. ദൈവവചനം നമ്മളെ സഹായിക്കും. കുഞ്ഞുങ്ങളെ, ഇതൊരു പാഠമായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ പാഠത്തിലൂടെ ദൈവവിളിയും നിയോഗവും തിരിച്ചറിയാനും നമ്മളുടെ ദൗത്യം, ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാനും നമ്മെ സഹായിക്കും. ദൈവകൃപ നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.